ഹായ്, എല്ലാവർക്കും സ്വന്തം വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. പനിച്ചിട്ട് ബെഡിൽ തന്നെ ആയിപ്പോയി. വൈറൽ ഫീവർ ആയിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാം പനി പടർന്നു പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു. പുട്ടുമ്പഴൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കെ ആയതിൻ്റെ നന്ദി. ഒരു കെ കുടുംബമായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ എല്ലാവരോടും എനിക്ക് ഒരുപാട് എങ്ങനെ പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. നിങ്ങളുടെ ഒരുപാട് പ്രോത്സാഹനവും നിങ്ങളുടെ സ്നേഹവും ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായി ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് പനിയായതുകൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ 2 ദിവസമായാലും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ റീൽസൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് അത് സെറ്റാക്കിയിട്ട് എനിക്ക് ഇടാൻ വേണ്ടി പറ്റി. റീൽസൊക്കെ അങ്ങനെ ഇടാൻ പറ്റി. പിന്നെ കിടന്നിടത്ത് തന്നെയായിരുന്നു, അവിടെ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിനൊക്കെയാണ്. ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബോഡി പെയിനാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഓരോ ഇതിലേക്കൊക്കെ കിടക്കണം. ഞാൻ പണിയൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പണിയൊക്കെ നല്ല എടുക്കണമെന്ന് ചോറും കറിയൊക്കെ അമ്മേനെയൊക്കെ സഹായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ ഫിസിയോതെറാപ്പിക്കും പോകണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ. ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഞ്ഞിയും വെള്ളമൊക്കെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ മുതൽ ചെറുതായിട്ട് കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കാൻ തുടങ്ങി. വായിക്കൊന്നും രുചിയുണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം അടുക്കളയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ അമ്മേനെ കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്തു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. നാടൻ കറികളാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതിലൊക്കെ പൊരിച്ചു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കൂടുതലായിട്ട് ഇടാൻ പറ്റുള്ളൂ. എനിക്ക് ഓടിച്ചാടി നടന്നിട്ടൊന്നും ഇടാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ഒരാഴ്ചത്തെ പനിക്ക് ശേഷം കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് തന്ന ആ സപ്പോർട്ട്, പരിഗണന ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക. കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാമല്ലോ എല്ലാവർക്കും. അപ്പോൾ കമൻറ്റൊക്കെ ഇടുക എല്ലാവരും. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ടാറ്റാ ഉമ്മ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ഭക്ഷണം. കണ്ടില്ലേ? കുമ്പളച്ചപ്പ്, പരിപ്പും മുരിങ്ങ ഇലയും കൂടി ഇട്ട് വെച്ച കറി, അയില പൊരിച്ചത്, നെല്ലിക്ക ഉപ്പിലിട്ടത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ശരി കേട്ടോ. ഓക്കേ.